പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ടതിനു പിന്നാലെ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് തിരിച്ചടി തുടങ്ങി ഇറാൻ. ഇസ്രായേലിനെ ലക്ഷ്യമാക്കി നിരവധി മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ നിർദ്ദേശം. നിരവധി ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നലത്തേതിനേക്കാൾ ശക്തമായ രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രവാസികൾ ഉൾപ്പെടെ അറിയിച്ചു. ബഹ്റൈനിൽ സൈറൺ മുഴങ്ങി. ദുബായിൽ സ്ഫോടന ശബ്ദം കേട്ടതായി പ്രദേശവാസികളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിൽ 121 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായും സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. ആക്രമണം നടക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളോട് ഇനിയൊരു നിർദ്ദേശം വരുന്നതുവരെ ബറുകളിൽ തന്നെ തുടരാനാണ് ഇസ്രായേൽ ഭരണകൂടം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ച മിസൈലുകൾ തിരിച്ചറിഞ്ഞതായും പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാണെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പൊതുജനങ്ങൾക്കുള്ള അടിയന്തര ദേശീയ മുന്നറിയിപ്പ് ഖത്തർ പുതുക്കിയിട്ടുണ്ട്. ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിൽ തന്നെ തുടരണമെന്നാണ് നിർദ്ദേശം. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ആശങ്കയേറുന്നത്. ഇറാന്റെ പരമാധികാരിയും സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫുമായിരുന്നു ആയത്തുള്ള അലി ഖമനിയ. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തനായ നേതാക്കളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഖമനി വധിക്കപ്പെട്ട സംഭവം ലോകത്തെയും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലും ഉണ്ടാക്കാനിടയുള്ള പ്രത്യാഘാതങ്ങൾ ചെറുതായിരിക്കില്ല. ഏറെക്കാലത്തെ ഗൃഹപാഠത്തിനൊടുവിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഖമനിയയുള്ള ഏറെ സുരക്ഷിതമെന്ന് പറയപ്പെട്ട സ്ഥലം കണ്ടെത്തിയാണ് വ്യോമാക്രമണം നടത്തി അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലൂടെ ഖമനിയെ വധിച്ചത്. ലോകരാജ്യങ്ങളും നടുക്കം രേഖപ്പെടുത്തി. ഇസ്രായേൽ US സംയുക്ത വ്യോമാക്രമണത്തിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയയുടെ മകളും മരുമകനും കുമകളും ഉൾപ്പെടെയുള്ള ബന്ധുക്കളും വധിക്കപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യവും ഇറാൻ സ്റ്റേറ്റ് മീഡിയ സ്ഥിരീകരിച്ചു. പരമോന്നത നേതാവിന്റെ വസതിയിലുണ്ടായിരുന്ന നിരവധി ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. ആയത്തുള്ള അലി ഖമനിയ കൊല്ലപ്പെട്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ലോകത്തെ അറിയിച്ചത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ചെകുത്താൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖമനിയയുടെ മരണം ട്രംപ് സ്ഥിരീകരിച്ചത്. ഇറാൻ ജനതയ്ക്ക് മാത്രമല്ല അമേരിക്കക്കാർക്കും കൂടി നീതി ലഭിച്ചെന്നും ട്രംപ് പറഞ്ഞിരുന്നു.